ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ചാനലിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഇതാണ് ആ ഗസ്റ്റ്, എൻ്റെ അമ്മയാണ്. അപ്പോൾ തലയിൽ തേക്കുന്ന നല്ല കാച്ചിയ എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞങ്ങളിന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് അമ്മ പറഞ്ഞു തരും. കറ്റാർവാഴയും നീലാമ്പരിയും സവോളയും കൂടി ചേർത്തിട്ട് അടിപൊളി ഒരു എണ്ണ ഉണ്ടാക്കുന്നുണ്ട്. അത് തേച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ ഉണ്ടാവില്ല, അത് ഉറപ്പായിട്ട് പറയാം. സമർത്ഥമായിട്ട് മുടി വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണണം, അവസാനം വരെ കാണാൻ ശ്രമിക്കണം. നിങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. കറ്റാർവാഴ, നീലാമരി, സവോള 3 അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-6 ഇതള് നീലാമരിയുടെ ഇല ഉതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 14 കറ്റാർവാഴയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ജ്യൂസ് എടുത്തിട്ട് ജ്യൂസ് എത്രയാണോ അത്രയും അളവിൽ വെളിച്ചെണ്ണ എടുക്കണം. എന്നിട്ട് വേണം കാച്ചാനായിട്ട്. കറ്റാർവാഴ 2 സൈഡിലെയും മുള്ള് ചെത്തിയെടുക്കണം. അതിനുശേഷം ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. അതാണ് ജ്യൂസ് നല്ലോണം കിട്ടാൻ നമ്മളെ സഹായിക്കുന്നത്. ആ ജ്യൂസ് എടുത്തതിന് ശേഷം നീലാമരി എടുത്ത് വേണമെങ്കിൽ 3 കൂടി ഒന്നിച്ചിട്ട് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഓരോന്നും കൃത്യമായിട്ട് അരച്ച് വേറെ എടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. അതൊന്നും നമുക്ക് എണ്ണ കാച്ചുന്നതിന് തടസ്സമാവില്ല. ഈ തോല് നമുക്ക് വേണ്ടല്ലോ അല്ലേ? വേണ്ട, ആ തോല് എടുത്ത് കളയണം. നീലാമരി അരച്ച് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അത് 2-3 ട്രിപ്പായിട്ട് വളരെ കുറച്ച് ആയിട്ടാണ് അരയ്ക്കുന്നത്. ഇനി ഉള്ളി, നീലാമരി അരയ്ക്കുമ്പോൾ ഒരു കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ട് അരച്ചാൽ നല്ല നീര് കിട്ടും. ഈ ഉള്ളി ചേർക്കുന്നതാണ് മുടി പൊഴിയാതിരിക്കാൻ നമുക്ക് ഏറ്റവും സഹായമായിട്ട് വരുന്നത്. കറ്റാർവാഴയും ഉള്ളിയും നീലാമരിയും ജ്യൂസാക്കി 1 കപ്പ് ജ്യൂസുണ്ട്. ആ ജ്യൂസ് ഉരുളിയിലേക്ക് ഒഴിക്കുകയാണ്. ഇത്രയും വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിക്കണം. ഒരു കപ്പ് ജ്യൂസും 1 കപ്പ് വെളിച്ചെണ്ണയും തുല്യ അളവിൽ വേണം മിക്സ് ചെയ്യാൻ. വെളിച്ചെണ്ണയും ഒഴിച്ചു, മിക്സായി. ഇത് കാച്ചി അവസാനം വരും. മറ്റ് മരുന്നെല്ലാം ആ വെളിച്ചെണ്ണയിലേക്ക് ചേർന്ന് ശുദ്ധമായ കാച്ചിയ എണ്ണ നമുക്ക് കിട്ടും. ഇനി നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം.
നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അല്ലേ അമ്മ? അമ്മ ആരെയും ഇത് പഠിപ്പിച്ചത് ഇങ്ങനെ എണ്ണ ഉണ്ടാക്കാൻ? എന്നെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിപ്പിച്ചതല്ല. എൻ്റെ അമ്മ, ഞങ്ങൾ 4 സിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും കുറവ് മുടി എനിക്കാണ്. അത് കണ്ടു കഴിയുമ്പോൾ അമ്മയ്ക്ക് സങ്കടമാവും. അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും മുടി ധാരാളമായിട്ടുണ്ടാകാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെ കാച്ചി എണ്ണ ഉണ്ടാക്കി തരും. അത് കണ്ട് ഇപ്പോഴും എനിക്ക് ആ ഒരു ഓർമ്മയിൽ ഉണ്ടാക്കുന്നത്, അല്ലാണ്ട് പഠിപ്പിച്ചതല്ല, കണ്ടു പഠിച്ചത്. അപ്പം അമ്മയുടെ മുടി എന്തോരം ഉണ്ട്? ഒത്തിരി മുടി ഉണ്ടല്ലോ. എനിക്കുണ്ടല്ലേ. പിന്നെ എനിക്കിപ്പോഴും നല്ല മുടിയുണ്ട്. എനിക്ക് തന്നെ അതിശയം, എനിക്ക് ഇത്രയും മുടിയുണ്ടല്ലോ. അമ്മ മുടി കെട്ടി വെച്ചേക്കുവാണേ. അത് അഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒത്തിരി മുടി ഉണ്ട്. എനിക്കൊന്ന് അഴിച്ചു കാണിക്കാമേ. എണ്ണ ഇപ്പോൾ നല്ലോണം തിളച്ച് ചെളി പരുവത്തിലായിട്ടുണ്ട്. ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറേ സമയം കഴിയുമ്പോഴേക്കും അതിൻ്റെ പാകമാകും. പാകമായെന്ന് നമ്മൾ അറിയുന്നത് കുറച്ച് കരിവേപ്പില അതിലേക്ക് ഇട്ടാൽ മതി. പെട്ടെന്നത് പൊങ്ങി വരും. അത് കരിവേപ്പില ഒടിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ഒടിയും. അതതിൻ്റെ പാകമാണ്. അല്ലെങ്കിൽ സവോള അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ അതും പൊന്തി വരും. ഇത് രണ്ടും ഇതിൻ്റെ മൂപ്പറിയാൻ പാകമാണ്. കുറേ കഴിയുമ്പോൾ നമുക്ക് പ്രാക്ടീസിൽ ഇതിൻ്റെ സ്മെല്ല് കൊണ്ട് ഈ പരീക്ഷണങ്ങളൊന്നും വേണ്ട. അങ്ങനെ നമുക്ക് എണ്ണ കാച്ചി എടുക്കാൻ പറ്റും. ആ മൂപ്പിൻ്റെ സമയത്ത് ഞാൻ കാണിക്കാതെ എങ്ങനെയാണെന്ന്. എപ്പോഴും ചെറിയ അളവിൽ ഉണ്ടാക്കി നോക്കിയാണ് നമുക്ക് കൂടുതലുണ്ടാക്കാൻ നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ മൂപ്പ് കൂടിയാലും കുറഞ്ഞാലും ഓരോ ദോഷം വരും. മൂപ്പ് കൂടിക്കഴിഞ്ഞാൽ മുടി പൊഴിഞ്ഞു പോകും. മൂപ്പ് കുറയുകയാണെങ്കിൽ തല വയ്ക്കുമ്പോൾ അറിയാം തലവേദന വരും. ആ കൃത്യപാകത്തിൽ തന്നെ ഇത് കാച്ചിയെടുക്കണം. അപ്പോൾ തലയ്ക്ക് നല്ല സുഖമാണ്. എണ്ണ വെച്ച് കഴിയുമ്പോൾ നല്ല ഉറക്കം കിട്ടും. മുടി ഒരെണ്ണം പൊഴിയില്ല. സമൃദ്ധിയോടുകൂടി മുടി വളരുകയും ചെയ്യും. ഇപ്പോൾ കണ്ടില്ലേ നല്ലോണം കോമളയൊക്കെ വരുന്നുണ്ട്. മൂപ്പ് ആകാറായി. എണ്ണ നമുക്ക് വാങ്ങാൻ പാകത്തിന് ആ സമയത്തേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ തിളച്ച് നല്ല സ്മെല്ല് വരുന്നുണ്ട്. എണ്ണ കാച്ചിൻ്റെ ആ ഒരു സ്മെല്ല് കുറേ ദൂരത്തേക്ക് അത് പോകുന്നുണ്ട്. ദൂരേന്ന് വരുമ്പോഴേ അറിയാം എണ്ണ കാച്ചിങ്ങുണ്ടെന്ന്. വലിയ കോമളയെല്ലാം അടങ്ങി മൂപ്പ് ആകാൻ തുടങ്ങുന്നു. ഇനി അധികം താമസിക്കാതെ നമുക്കിത് വാങ്ങി വയ്ക്കാം. പിന്നെ മൂപ്പറിയാൻ വേണ്ടി ഞാൻ കരിവേപ്പിലയാണ് ഇടുന്നത്. അത് നിങ്ങളെ കാണിച്ചു തരാം. മൂപ്പ് ഏകദേശം ആകാറായി. ഞാൻ കരിവേപ്പില ഇടുകയാണ്. കരിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ ആ കരിവേപ്പില ഉണങ്ങി കരിവേപ്പില ഒടിഞ്ഞ് കിട്ടും നമുക്ക്. ഇത് വാങ്ങി വയ്ക്കാൻ പോവുകയാണ്. ഈ പാത്രത്തിൻ്റെ പാകത്തോടു കൂടിയാണ് അത് മൂത്ത് വരുന്നത്. ഇത് കരിവേപ്പില ഇല്ലെങ്കിൽ 2 കുരുമുളക് ഇട്ടാലും നമുക്ക് 2 ഉള്ളി എറിഞ്ഞിട്ടാലും കണ്ടില്ലേ ഇത് ഒടിഞ്ഞിരിക്കുന്ന കണ്ടോ. ഇത് മെഴുക് പരുവമാണ്. ഇതിങ്ങനെ കൈകൊണ്ട് കാണിച്ചു കഴിയുമ്പോൾ ഉരുണ്ട് ബോളായിട്ട് കിട്ടും. ഇതാണ് ഇതിൻ്റെ നല്ല പാകം. എണ്ണ നല്ല പാകമായി. ഇനി അരിച്ചെടുത്താൽ മതി. ഞാനപ്പോൾ അത് മുകളിൽ നിന്ന് കുറച്ച് ഒരു പാത്രത്തിലേക്ക് പകർന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് നമുക്ക് ഒരു തുണിയിൽ അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് മാത്രം അരിച്ച് എടുക്കുക. ഇതാ നല്ല എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ.